മദ്യനയ അഴിമതി കേസിൽ ഇഡിയുടെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്ത ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ഹർജി ഹൈക്കോടതി തള്ളിയത് നിയമവശങ്ങൾ പരിശോധിക്കാതെയാണെന്നാണ് കെജ്രിവാളിന്റെ വാദം. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ അരവിന്ദ് കെജ്രിവാളുമായി തിഹാർ ജയിലിൽ കൂടിക്കാഴ്ച നടത്തും. കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്ന കെജ്രിവാളിനെ ഇന്ന് ദില്ലി റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും. അതിനിടെ മദ്യനയ അഴിമതി കേസിൽ സിബിഐ അറസ്റ്റ് ചെയ്ത ബിആർഎസ് നേതാവ് കെ കവിതയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. കസ്റ്റഡിയിൽ വേണ്ടെന്ന് സിബിഐ അറിയിച്ചതിനെ തുടർന്നാണ് ഏപ്രിൽ 23 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. ശരത് കെ ശശി നൽകും കൂടുതൽ വിവരങ്ങൾ. ശരത് കെ ശശി, അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി എപ്പോഴാണ് സുപ്രീം കോടതിയിൽ പരിഗണനയ്ക്ക് വരുന്നത്? എന്തൊക്കെയാണ് മദ്യനയ അഴിമതി കേസുമായി ഇപ്പോഴുണ്ടായിരിക്കുന്ന ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ? സുജയ, ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി പരിഗണിക്കുക. കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഹൈക്കോടതി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി തള്ളിയതായിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റും കസ്റ്റഡിയും നിയമപരമാണെന്നായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയത്. ഈ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതിയെ അരവിന്ദ് കെജ്രിവാൾ സമീപിച്ചിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതിഭാഗത്തിൽ നിന്ന് മറച്ചുപിടിച്ച വിശ്വസനീയമായ ഒരു രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഉത്തരവ് എന്നതാണ് ഈ ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് പ്രധാനമായും അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാണിക്കുന്നത്. അന്വേഷണവുമായി കൃത്യമായി സഹകരിച്ചിട്ട് പോലും തന്നെ അറസ്റ്റ് ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ തന്നെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് എന്നതടക്കമുള്ള വാദങ്ങളാണ് അരവിന്ദ് കെജ്രിവാൾ ഉന്നയിക്കുന്നത്. അല്പസമയത്തിനകം കോടതി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി പരിഗണിക്കുകയും ചെയ്യും. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഹർജി വരികയാണെങ്കിൽ സുപ്രീം കോടതി എതിർകക്ഷിക്ക് നോട്ടീസ് അയക്കുകയാണ് ചെയ്യുക. ആ രീതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മറുപടി തേടുക എന്നതിനും അപ്പുറത്തേക്ക് വിശദമായ നടപടികൾ, വാദപ്രതിവാദങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം ഇന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി കഴിയുന്ന ദിവസം കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ജുഡീഷ്യൽ കസ്റ്റഡി സ്വാഭാവികമായും നീട്ടാനുള്ള ഒരു തീരുമാനം കോടതി കൈക്കൊള്ളുകയും ചെയ്യും. തിഹാർ ജയിലിലാണ് അരവിന്ദ് കെജ്രിവാൾ ഉള്ളത്. ഇന്ന് അദ്ദേഹത്തെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ കാണാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 12 മണിയോടുകൂടി ഈ കൂടിക്കാഴ്ച നടക്കുമെന്നാണ് ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നത്. ആം ആദ്മി പാർട്ടി നേരത്തെ തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ ഈ തിഹാർ ജയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിഹാർ ജയിലിലെ അദ്ദേഹത്തിന്റെ താമസവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. മനുഷ്യത്വരഹിതമായാണ് അരവിന്ദ് കെജ്രിവാളിനോട് പെരുമാറുന്നത്, അദ്ദേഹത്തിന്റെ ഭാര്യയെ നേരിട്ട് കാണാൻ പോലും അനുവദിക്കുന്നില്ല എന്ന ആരോപണമൊക്കെ ആം ആദ്മി പാർട്ടി ഉന്നയിച്ചിരുന്നു. അതിനിടയിലാണ് ഇന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കാണാനായി തിഹാർ ജയിലിൽ എത്തുമെന്നുള്ള വിവരം വരുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായ ബിആർഎസ് നേതാവ് കെ കവിത നേരത്തെ അറസ്റ്റിലായിരുന്നു. അവരെ സിബിഐ കഴിഞ്ഞ 3 ദിവസമായി ചോദ്യം ചെയ്ത് ഇന്ന് കോടതിയിൽ ഹാജരാക്കി. ഇനി വരും ദിവസങ്ങളിൽ സിബിഐയുടെ കസ്റ്റഡിയിൽ വേണ്ടതില്ല എന്ന് സിബിഐ അറിയിച്ചതിനെ തുടർന്ന് ഇപ്പോൾ കവിതയെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ മാസം 23 വരെയാണ് കവിതയെ ദില്ലി റൌസ് അവന്യൂ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഓക്കെ, ശരത് കെ ശശിയാണ് വിവരങ്ങൾ ദില്ലിയിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്.